ഈ വാർത്താ ദിനത്തിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. ശബരിമല വിഷയത്തിൽ സർക്കാർ അനുകൂല നിലപാട് സ്വീകരിച്ച NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർക്കെതിരെ കരയോഗങ്ങൾ കേന്ദ്രീകരിച്ച് ഇന്നും വ്യാപക പ്രതിഷേധം. ചെങ്ങന്നൂർ പെരിശ്ശേരി പടിഞ്ഞാറ് കരയോഗം പ്രവർത്തകർ ജി സുകുമാരൻ നായർക്കെതിരെ നഗരത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. ഫ്ലക്സ് ബോർഡുകളും കയ്യിലേന്തിയായിരുന്നു പ്രതിഷേധം. നെയ്യാറ്റിൻകരയിൽ NSS ജനറൽ സെക്രട്ടറിയുടെ കോലം കത്തിച്ചായിരുന്നു പ്രതിഷേധം. മാണിനാട് കരയോഗം ഭാരവാഹികളാണ് കോലം കത്തിച്ചത്. ശരണം വിളിയോടെയായിരുന്നു പ്രവർത്തകരുടെ പ്രതിഷേധം. പത്തനംതിട്ട ഓമല്ലൂരിൽ കരയോഗം പ്രവർത്തകർ ജനറൽ സെക്രട്ടറിക്കെതിരെ പ്രതിഷേധ പ്രകടനം നടത്തി. എറണാകുളം കോലഞ്ചേരിയിലും കരയോഗം ഓഫീസിന് മുന്നിൽ നേതൃത്വത്തിനെതിരെ ഫ്ലക്സ് ബോർഡ് സ്ഥാപിച്ചു. കേട്ടില്ല. മനീഷ് മഹിപാൽ വിവരങ്ങൾ നൽകും. തിരുവനന്തപുരത്ത് നിന്ന് മനീഷ്, ഇന്നും വിവിധ മേഖലകളിൽ കരയോഗങ്ങൾ കേന്ദ്രീകരിച്ച് NSS ജനറൽ സെക്രട്ടറിക്കെതിരെ വലിയ പ്രതിഷേധം നടക്കുന്നുണ്ട്. എന്താണ് പുതിയ വിവരങ്ങൾ? ഏതൊക്കെ മേഖലകളിലാണ് പുതുതായി പ്രതിഷേധം നടന്നത്? അതിൽ NSS നേതൃത്വത്തിൻ്റെ ഇടപെടൽ അത് പരിഹരിക്കുന്നതിനോ അല്ലെങ്കിൽ ഇത്തരം കരയോഗങ്ങളിലെ പ്രവർത്തകരുമായി സംസാരിക്കുന്നതിനോ എന്തെങ്കിലും ഇടപെടൽ NSS ആസ്ഥാനത്ത് നിന്നുണ്ടാകുന്നുണ്ടോ മനീഷ്? വിജയകുമാർ, ജി സുകുമാരൻ നായർക്കെതിരായ പ്രതിഷേധം ഇപ്പോൾ അത് പരസ്യമായി തന്നെ അദ്ദേഹത്തിൻ്റെ കോലം കത്തിച്ചുകൊണ്ടുള്ള പ്രതിഷേധത്തിലേക്ക് കത്തിരിക്കുന്നു. അങ്ങനെ NSSനകത്ത് ആ വിവാദം ആളിക്കത്തുകയാണ്. ആദ്യ ദിവസങ്ങളിൽ അത് പത്തനംതിട്ടയിലായിരുന്നു. ആദ്യം 3 സ്ഥലങ്ങളിൽ ഒരേ നിറത്തിലുള്ള ഒരേ ഡിസൈനുള്ള കട്ടപ്പയുടെ ചിത്രമൊക്കെ വെച്ച് പിന്നിൽ നിന്ന് കുത്തുന്ന ഒരു കട്ടപ്പയാണെന്ന രീതിയിൽ ജി സുകുമാരൻ നായരെ അവരോധിച്ചുകൊണ്ടുള്ള പോസ്റ്റർ ഉയർന്നത്. പക്ഷേ ഇപ്പോൾ അങ്ങനെ മധ്യകേരളത്തിൽ മാത്രമല്ല, ഇപ്പോൾ എറണാകുളത്തും ആലപ്പുഴയിൽ അമ്പലപ്പുഴയിലും പത്തനംതിട്ടയിലും മാത്രമല്ല, ഇപ്പോൾ തിരുവനന്തപുരത്തേക്ക് കൂടി ആ പ്രതിഷേധം വ്യാപകമാകുന്നു എന്നതാണ്. ഇത് സംബന്ധിച്ച് NSS ഇതുമായി ബന്ധപ്പെട്ട് ജി സുകുമാരൻ നായർ തന്നെ നിലപാട് വ്യക്തമാക്കിയിരുന്നു. ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മാത്രമാണ് സർക്കാരുമായി ശരിദൂരമുള്ളത്. രാഷ്ട്രീയപരമായി അത് സമദൂരം തന്നെയാണ് തങ്ങളുടെ നിലപാട്. ഒപ്പം തന്നെ ഇത്തരത്തിൽ പ്രതിഷേധം സംഘടിപ്പിക്കുന്നവർക്ക് NSSോ കരയോഗമായോ യാതൊരു ബന്ധവുമില്ല എന്ന് അദ്ദേഹം പറഞ്ഞു വെച്ചതിന് ശേഷമാണ് ഇപ്പോൾ ഇതാ നെയ്യാറ്റിൻകരയിൽ നടന്ന സംഭവത്തിൽ നെയ്യാറ്റിൻകരയിലെ NSS കരയോഗത്തിന് ഓഫീസിനുള്ളിൽ വെച്ചാണ് അവർ പ്രതിഷേധ യോഗം കൂടിയത്. അതിനുശേഷം NSS കരയോഗത്തിൻ്റെ ആ യൂണിയൻ ഓഫീസിൻ്റെ ആ കരയോഗ ഓഫീസിൻ്റെ മുൻപിൽ വെച്ചാണ് അവർ കോലം കത്തിക്കുന്ന രീതിയിലേക്ക് എത്തിയത്. അങ്ങനെ ഇന്ന് പ്രതിഷേധം ഉണ്ടായത് കോലഞ്ചേരിയിൽ ഉണ്ടായി. കോലഞ്ചേരിയിൽ 1665 നമ്പർ പാങ്കോട് NSS കരയോഗത്തിൻ്റെ നേതൃത്വത്തിൽ അവിടെ ഫ്ലക്സ് ഉയർന്നു. ഒപ്പം തന്നെ പത്തനംതിട്ട ഓമല്ലൂരിൽ പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു. ഒപ്പം തന്നെ ആലപ്പുഴ ചെങ്ങന്നൂരിൽ പേരിശ്ശേരി പടിഞ്ഞാറ് NSS കരയോഗത്തിൻ്റെ നേതൃത്വത്തിൽ ബോർഡ് സ്ഥാപിച്ചു. അതിലെഴുതിയത് കട്ടപ്പ നായർക്ക് ആദരാഞ്ജലികൾ എന്ന രീതിയിലായിരുന്നു. പിന്നീട് ഉണ്ടായതാണ് ഇന്ന് വൈകിട്ട് രാത്രിയോടുകൂടി തന്നെയാണ് നെയ്യാറ്റിൻകരയിൽ ശരണം വിളിച്ചുകൊണ്ടാണ് ഈ NSSൻ്റെ സമുദായ അംഗങ്ങൾ കട്ടപ്പ എന്ന രീതിയിൽ, അതായത് സമുദായത്തിനെ പിന്നിൽ നിന്ന് കുത്തുന്ന കട്ടപ്പയാണ്. സർക്കാരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഏകപക്ഷീയമായ നിലപാടാണ് എടുക്കുന്നത്. സമുദായമായി ആലോചിച്ചോ സമുദായത്തിൻ്റെയോ നിലപാടല്ല. ജി സുകുമാരൻ നായർ എന്തോ ചില കാര്യങ്ങൾ ഭയക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് അത് ഒളിക്കുവാൻ വേണ്ടിയിട്ട് സർക്കാരിൽ നിന്നും ആ ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് സർക്കാർ അനുകൂല നിലപാടെടുക്കുന്ന തരത്തിലുള്ള വിമർശനങ്ങൾ ഇപ്പോൾ വ്യാപകമായി NSSനെത്തുന്നു. ഇതിനെ NSSൻ്റെ ജനറൽ സെക്രട്ടറിയെ അനുകൂലിച്ചുകൊണ്ട് സർക്കാരിൽ നിന്നുള്ള മന്ത്രി KB ഗണേഷ് കുമാർ രംഗത്തെത്തിയിരുന്നു. പക്ഷേ KB ഗണേഷ് കുമാറിനെതിരെ കൂടി ഇപ്പോൾ പ്രതിഷേധം ശക്തമാകുന്നുണ്ട് ആ നിലയ്ക്ക് തന്നെ. കാരണം ഏതെങ്കിലും ഒരു സമുദായ അംഗം, കുടുംബത്തിൻ്റെ 4 അംഗങ്ങൾ, ആ കുടുംബത്തിലെ 4 അംഗങ്ങൾ ഏതെങ്കിലും രീതിയിൽ പ്രതിഷേധിച്ചാൽ അല്ലെങ്കിൽ രാജിവെച്ചാൽ അത് NSSൻ്റെ മൊത്തം നിലപാടാണ്. NSS ആകെ ഇല്ലാതായി പോകുമെന്നൊരു നിലപാട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രതികരണം അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടായി. അങ്ങനെ ആ തലത്തിൽ NSS അതിനെ നോക്കിക്കാണുന്നു. പക്ഷേ സർക്കാർ ഈ വിധത്തിലുള്ള ഒരു വോട്ട് ബാങ്ക് രാഷ്ട്രീയമല്ല, തെരഞ്ഞെടുപ്പ് അടുക്കുന്ന ഘട്ടത്തിൽ NSSുമായി കൂടുതൽ അടക്കുന്നൊരു അടവ് തന്ത്രം അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട നേരത്തെ തന്നെ അതുമായി ബന്ധപ്പെട്ട അനുമതി ലഭിക്കുന്നതടക്കം, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട NSS SNDP യോഗത്തിന്റെ കൂട്ടുകൂടുമോ എന്നുള്ള നിലപാട് നേരത്തെ തന്നെ സർക്കാർ അറിഞ്ഞിരിക്കാം.
ഇതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതാവ് പി ജെ കുര്യൻ NSS ആസ്ഥാനത്തെത്തി അദ്ദേഹത്തെ നേരിൽ കണ്ടിരുന്നു. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിനകത്തും BJP-ക്കകത്തും ആ രീതിയിലുള്ള മുറുമുറുപ്പുണ്ടെങ്കിൽ കൂടി NSS-നുമായി പിണക്കാൻ ഈ സന്ദർഭത്തിൽ കോൺഗ്രസോ BJP-യോ തയ്യാറല്ല. പക്ഷേ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇനി അടുത്ത ദിവസങ്ങളിൽ കൂടി പ്രതിഷേധം കനക്കുകയാണെങ്കിൽ എന്ത് തരത്തിലുള്ള നിലപാടെടുക്കും? ഏതെങ്കിലും തരത്തിലുള്ള അച്ചടക്ക നടപടി ഇനി NSS-ൽ അകത്തുണ്ടാകുമോ? ശരി മനീഷ്, ഏതായാലും ഈ പ്രതിഷേധം ഇന്നും തുടർന്നു. പല കരയോഗങ്ങളിൽ നിന്നും പ്രവർത്തകരുടെ പ്രതിഷേധം ഇന്ന് വൈകുന്നേരമൊക്കെ ആയപ്പോഴേക്കും അത് കുറെ കൂടി വ്യാപിക്കുന്നുണ്ട്. അത്തരം വിവരങ്ങളും ദൃശ്യങ്ങളുമാണ് സംസ്ഥാനത്ത് വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്നത്. അതേസമയം സംസ്ഥാന സർക്കാരിനെ പിന്തുണച്ച NSS-നെ കൂടെ നിർത്താനുള്ള ശ്രമം കോൺഗ്രസ് തുടരുകയാണ്. മുതിർന്ന നേതാവ് പി ജെ കുര്യനും കൊടിക്കുന്നിൽ സുരേഷ് എംപിയും NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായരെ സന്ദർശിച്ചു. അതേസമയം മന്ത്രി KB ഗണേഷ് കുമാറിനെതിരെ പരസ്യ വിമർശനവുമായി പത്തനംതിട്ട മയിലാടുപാറ NSS കരയോഗം രംഗത്തെത്തുകയും ചെയ്തു. NSS നേതൃത്വത്തിന്റെ സർക്കാർ അനുകൂല നിലപാടിന്റെ പശ്ചാത്തലത്തിലാണ് കോൺഗ്രസ് നേതാക്കൾ ജി സുകുമാരൻ നായരുമായി കൂടിക്കാഴ്ച നടത്തിയത്. ഇന്നലെ ജി സുകുമാരൻ നായരെ കണ്ട മുതിർന്ന നേതാവ് പി ജെ കുര്യൻ അരമണിക്കൂറോളം ചർച്ച നടത്തി. കൊടിക്കുന്നിൽ സുരേഷ് എംപിയും കഴിഞ്ഞ ദിവസം NSS ജനറൽ സെക്രട്ടറിയെ കണ്ടിരുന്നു. സന്ദർശനത്തിൽ രാഷ്ട്രീയമില്ലെന്ന് കൊടിക്കുന്നിൽ സുരേഷ്. ഞാൻ ചങ്ങനാശ്ശേരി ഉൾപ്പെടുന്ന മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിലെ MP എന്ന നിലയിൽ ചങ്ങനാശ്ശേരി പോകുമ്പോഴൊക്കെ സമയം കിട്ടുകയാണെങ്കിൽ ഹെഡ് ഓഫീസിൽ പോവുകയും അദ്ദേഹത്തെ കാണുകയും അദ്ദേഹത്തോട് സംസാരിക്കുകയും ചെയ്യുക പതിവാണ്. അങ്ങനെ ഒരു പതിവ് സന്ദർശനമാണ്. അതിൽ വലിയ രാഷ്ട്രീയ പ്രാധാന്യമോ മറ്റു യാതൊന്നുമില്ല. NSS-ന്റെ ഇപ്പോഴത്തെ നിലപാടിനെ സ്വാഗതം ചെയ്യുന്നുവെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ. NSS-ന്റെ നിലപാടിനെ ഞങ്ങൾ അങ്ങേയറ്റം വിലമതിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. ഇതിനിടെ മന്ത്രി KB ഗണേഷ് കുമാറിനെതിരെ പരസ്യ വിമർശനവുമായി പത്തനംതിട്ട മയിലാടുപാറയിലെ NSS കരയോഗം രംഗത്തെത്തി. പത്തനംതിട്ടക്കാരെ മണ്ടയ്ക്ക് കയറാൻ ഗണേഷ് കുമാർ വരണ്ട. പത്തനംതിട്ടയിലെ നായന്മാർ ചങ്കുറപ്പുള്ള നായന്മാർ തന്നെയാണ്. അല്ലാതെ ഗണേഷ് കുമാർ പറയുന്ന രീതിയിലുള്ള ഇതല്ല. പിന്നെ സുകുമാരൻ നായർ രാജിവെക്കണം. ഇപ്പോൾ സുകുമാരൻ നായരുടെ മൂഡ് താങ്ങി നിൽക്കുന്നത് ഗണേഷ് കുമാർ എന്തുകൊണ്ടാണെന്ന് അടുത്ത ജനറൽ സെക്രട്ടറി ആകാൻ വേണ്ടിയാണ്. 24 പത്തനംതിട്ട. മറ്റൊരു പ്രധാന റിപ്പോർട്ടിലേക്ക്. ശബരിമലയിലെ തിരുവാഭരണം രജിസ്റ്റർ ഉൾപ്പെടെയുള്ള രേഖകളുടെ പരിശോധനയ്ക്ക് റിട്ടയർഡ് ജഡ്ജിയെ നിയമിച്ച് ഹൈക്കോടതി. ജസ്റ്റിസ് KT ശങ്കരനായിരിക്കും ഇക്കാര്യം പരിശോധിച്ച് റിപ്പോർട്ട് നൽകുന്നത്. വിഷ്ണു സുരേഷ് വിവരങ്ങൾ നൽകും കൊച്ചിയിൽ നിന്ന്. വിഷ്ണു, ഈ സ്ട്രോങ് റൂമുകളിലെ വിവരങ്ങൾ പരിശോധിച്ച് കണക്കുകൾ പരിശോധിച്ച് രജിസ്റ്ററുകളുമായി ഒത്തുനോക്കി അതിൻ്റെ വിശദമായ അന്വേഷണത്തിനും പരിശോധനയ്ക്കുമാണല്ലോ ഇപ്പോൾ ഹൈക്കോടതി മുൻകൈ എടുത്തിരിക്കുകയും ജസ്റ്റിസ് KT ശങ്കരനെ അതിനായി നിയോഗിക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തൊക്കെയാണ് കോടതി ആ ഉത്തരവിൽ സൂചിപ്പിച്ചിരിക്കുന്ന മറ്റു കാര്യങ്ങൾ? വിജയകുമാർ, ഇന്ന് രാവിലെ കോടതി പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഉത്തരവിലും പറഞ്ഞിട്ടുള്ളത്. അതിൽ കൂടുതലായി മറ്റൊന്നും പരാമർശങ്ങൾ ഉണ്ടായിട്ടില്ല. ഏറ്റവും പ്രധാനപ്പെട്ടത് 2 കാര്യങ്ങളാണ്. ഒന്ന്, ഈ ദ്വാരപാലക സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം. അതെങ്ങനെയാണ് ഈ സ്പോൺസറുടെ വീട്ടിലെത്തിയത്, അതുമായി ബന്ധപ്പെട്ട് വിശദമായ അന്വേഷണം നടത്താൻ ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിജിലൻസ് സെക്യൂരിറ്റി ഓഫീസറാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഒപ്പം ഈ ശബരിമല സ്ട്രോങ് റൂമുമായി ബന്ധപ്പെട്ടുള്ള രജിസ്റ്ററിൽ കടുത്ത അതൃപ്തി കോടതി രേഖപ്പെടുത്തി. 1999 മുതലുള്ള രജിസ്റ്ററുകൾ കൃത്യമല്ല എന്നാണ് കോടതിയുടെ നിരീക്ഷണം. പല കാര്യങ്ങളും രജിസ്റ്ററിൽ രേഖപ്പെടുത്തിയിട്ടില്ല. പ്രത്യേകിച്ച് ഈ ദ്വാരപാലക സ്വർണ്ണപ്പാളിയുടെ വിവരങ്ങൾ ഒന്നും തന്നെ ആ രജിസ്റ്ററിൽ ഇല്ല എന്നാണ് കോടതി വ്യക്തമാക്കുന്നത്. ചീഫ് സെക്യൂരിറ്റി ഓഫീസർ നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കോടതി അത്തരത്തിലുള്ള നിഗമനത്തിലേക്ക് എത്തിയത്. ആ പശ്ചാത്തലത്തിലാണ് സ്ട്രോങ് റൂമിനകത്ത് വിശദമായ പരിശോധന നടത്താൻ നിലവിൽ ഒരു ജസ്റ്റിസിനെ തന്നെ നിയമിച്ചിരിക്കുന്നത്. രാവിലെ അത് മുൻ റിട്ടയർഡ് ജില്ലാ ജഡ്ജിയെ നിയമിക്കുമെന്നാണ് പറഞ്ഞിരുന്നെങ്കിലും ഇപ്പോൾ അതൊരു ജില്ലാ ജഡ്ജി അല്ലാതെ ഒരു ഹൈക്കോടതി മുൻ ജഡ്ജിയെ തന്നെ തീരുമാനിക്കാൻ ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് തയ്യാറായത് അതീവ ഗൗരവ സ്വഭാവം ആ വിഷയത്തിനുണ്ട് എന്ന ഒരു അടിസ്ഥാനത്തിൽ തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് അവിടെ പരിശോധന നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. അവിടെയുള്ള എല്ലാ വസ്തുക്കളും, സ്വർണവും അതോടൊപ്പം തന്നെ മറ്റു വസ്തുക്കളുണ്ടെങ്കിൽ ആ വസ്തുക്കളും എല്ലാം ഇഴകീറായി പരിശോധിച്ച് അതിന്റെ മൂല്യം തിട്ടപ്പെടുത്തി റിപ്പോർട്ടായി ഹൈക്കോടതിയിൽ സമർപ്പിക്കാനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. പക്ഷേ ടൈം പീരീഡ് കൃത്യമായി പറഞ്ഞിട്ടില്ല. എന്നാൽ പോലും അടിയന്തര സ്വഭാവമുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ആ റിപ്പോർട്ട് സമർപ്പിക്കും. രഹസ്യാത്മക സ്വഭാവം അതിന് വേണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. മറ്റു വിവരങ്ങൾ ആരോടുമായി പങ്കുവെക്കരുതെന്നും കർശനമായ നിർദ്ദേശമുണ്ട്. അത് ഈ അന്വേഷണത്തിന്റെ കാര്യത്തിലുമുണ്ട്. വിജയകുമാർ. വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്. ശബരിമലയിലെ സ്വർണ്ണപീഠം കാണാതായതുമായി ബന്ധപ്പെട്ട ദുരൂഹത മാറുന്നില്ല. സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെ ഗൂഢാലോചന ആരോപിച്ച് ദേവസ്വം മന്ത്രി VN വാസവനും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തും രംഗത്ത് വന്നു. ദുരുദ്ദേശമില്ലെന്നും വീഴ്ചയുണ്ടെങ്കിൽ ഉൾക്കൊള്ളുമെന്നുമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പ്രതികരണം. ശബരിമലയിലെ ദ്വാരപാലക ശില്പത്തിന്റെ കാണാതായ പീഠം പരാതി നൽകിയ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബന്ധുവീട്ടിൽ നിന്ന് ദേവസ്വം വിജിലൻസ് കണ്ടെത്തിയിരുന്നു.
ഇതിന് പിന്നാലെയാണ് സംഭവത്തിൽ ഗൂഢാലോചന നടന്നെന്ന സംശയം ദേവസ്വം മന്ത്രി VN വാസവനും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തും ഉയർത്തിയത്. സ്പോൺസർ എല്ലാവരെയും വിഡ്ഢികളാക്കിയെന്ന് മന്ത്രി. ഇതെല്ലാം ഒളിപ്പിച്ചു വെച്ചതിന് ശേഷം കണ്ടില്ലെന്ന രൂപത്തിൽ പരാതിയായി വരികയും അതിനുശേഷം അവിടെ നാടകം കളിക്കുകയൊക്കെ ചെയ്തപ്പോൾ അതിൻ്റെ പിന്നിൽ ആസൂത്രിതമായൊരു നീക്കമുണ്ടോ, ഒരു ഗൂഢാലോചനയുണ്ടോ എന്ന് സ്വാഭാവികമായി നമുക്ക് സംശയിക്കേണ്ടി വരും. ആഗോള അയ്യപ്പ സംഗമത്തിന്റെ പകിട്ട് കളയാൻ വേണ്ടി നടത്തിയ ഗൂഢാലോചന എന്നാണ് PS പ്രശാന്തിന്റെ ആരോപണം. തന്നെ മോഷ്ടാവാക്കിയതിൽ സമാധാനം പറയണമെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. ഇദ്ദേഹത്തിന്റെ കയ്യിൽ ഇത് വച്ചിട്ട് എന്തിനാണ് ദേവസ്വം ബോർഡിനെ പഴിചാരിയത്? അപ്പോൾ ആഗോള അയ്യപ്പ സംഗമത്തിന്റെ പകിട്ട് കളയുന്നതിന് വേണ്ടി ഇയാൾ കരുതിക്കുട്ടി ചെയ്തതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ലെങ്കിൽ ഇയാൾ പറയേണ്ട കാര്യമുണ്ട്, അതിൽ ഒരു ഗൂഢാലോചന ഉണ്ട് എന്നുള്ളതാണ് എന്റെ ആക്ഷേപം. സംഭവത്തിൽ വിജിലൻസ് അന്വേഷണം നടക്കട്ടെ എന്നായിരുന്നു മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാറിന്റെ പ്രതികരണം. എന്നാൽ ആരോപണങ്ങൾ നിഷേധിക്കുകയാണ് സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റി. വിവാദത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വിശദീകരണം ഇങ്ങനെ. എന്റെ സുഹൃത്ത് വാസുദേവൻ എന്ന് പറഞ്ഞ ഒരാളാണ് ഇത് ഫിറ്റ് ചെയ്തത്. ഫിറ്റ് ചെയ്തപ്പോൾ അതിന് മാച്ച് കറക്റ്റ് വന്നില്ല. അന്ന് അത് റിപ്പയർ ചെയ്യാനായിട്ട് അയാളുടെ കയ്യിൽ തന്നെ കൊടുത്തു വിട്ടു. അത് വീട്ടിൽ തന്നെ സൂക്ഷിച്ചിരുന്നു. അതൊരു ദുരുദ്ദേശപരമായിട്ടായിരുന്നില്ല. കൊറോണ രൂക്ഷമായതുകൊണ്ടും പിന്നെ ദേവസ്വം ബോർഡ് ഇങ്ങോട്ട് ആവശ്യപ്പെടാത്തത് കൊണ്ടും പിന്നെ അതിനെക്കുറിച്ച് ഞാനും ചിന്തിച്ചില്ല. ഈ മാസം 25-നാണ് സ്വർണ്ണപീഠം വീട്ടിലെത്തിച്ചതെന്ന് സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരി മിനി ദേവി 24നോട് പറഞ്ഞു. എന്താണ് സംഭവമെന്ന് അറിയില്ലായിരുന്നു. സീൽ ചെയ്ത ഒരു സാധനം ഇവിടെ കൊണ്ടുവന്നു, ഷീൽഡ് ആണെന്ന് പറഞ്ഞു. സാധാരണ അമ്പലത്തിലേക്കൊക്കെ ഉള്ളതൊക്കെ ഇവിടെ കൊണ്ടുവന്ന് ഏൽപ്പിക്കും, വരുന്നവരാരെങ്കിലും വന്ന് എടുത്തുകൊണ്ട് പോകും. സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്താനാണ് ദേവസ്വം വിജിലൻസിന്റെ തീരുമാനം. 24 പത്തനംതിട്ട. ഓപ്പറേഷൻ നങ്കോറിൽ കേരളത്തിൽ നിന്ന് പിടിച്ചത് അനധികൃതമായി കടത്തിയ വാഹനങ്ങളെന്ന് ഭൂട്ടാൻ ട്രാൻസ്പോർട്ട് അതോറിറ്റി. മറ്റു രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോകാൻ അനുമതിയുള്ളത് ഭൂട്ടാനിൽ രജിസ്ട്രേഷൻ റദ്ദാക്കിയ വാഹനങ്ങൾക്ക് മാത്രമാണ്. SUV ലക്ഷറി വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നും സ്ഥിരീകരിച്ചിട്ടുണ്ട്. വാഹനക്കടത്ത് അന്വേഷിക്കുമെന്നാണ് ഭൂട്ടാൻ റവന്യൂ കസ്റ്റംസ് വകുപ്പിന്റെ പ്രതികരണം. ആദ്യമായാണ് വാഹനക്കടത്തുമായി ബന്ധപ്പെട്ട് ഭൂട്ടാൻ സർക്കാരിന്റെ പ്രതികരണം. ഭൂട്ടാനിലുള്ള വാഹനം ഇന്ത്യയിൽ ഉപയോഗിക്കുന്നതിന് നിയമപ്രശ്നങ്ങളില്ല, പക്ഷേ നടപടിക്രമങ്ങൾ പാലിക്കണം. ഭൂട്ടാൻ പൗരന്റെ വാഹനം ഇന്ത്യയിൽ എത്തിക്കുന്നതിന് മുൻപ് ഭൂട്ടാൻ ട്രാൻസ്പോർട്ട് അതോറിറ്റിയിൽ രജിസ്ട്രേഷൻ റദ്ദാക്കണം. അതിനുശേഷം NOC നൽകും. ഇതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഇന്ത്യയിലേക്ക് വാഹനങ്ങൾ എത്തിക്കാനാകൂ. എന്നാൽ ഇതുവരെ ഭൂട്ടാൻ ട്രാൻസ്പോർട്ട് അതോറിറ്റിയിൽ SUV ലക്ഷറി വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ റദ്ദാക്കിയിട്ടില്ലെന്നാണ് കണ്ടെത്തൽ. അതിനാൽ ഇന്ത്യയിലേക്ക് എത്തിയിട്ടുള്ള SUV വാഹനങ്ങൾ അനധികൃതമായി എത്തിച്ചതാണെന്ന് ഭൂട്ടാൻ ട്രാൻസ്പോർട്ട് അതോറിറ്റി സംശയിക്കുന്നു. വാഹനങ്ങൾ എങ്ങനെ ഇന്ത്യയിൽ എത്തിയെന്നതിൽ ഭൂട്ടാൻ റവന്യൂ കസ്റ്റംസ് വിഭാഗം അന്വേഷണം നടത്തും. ഇന്ത്യൻ കസ്റ്റംസ് വിവരം കൈമാറിയാൽ വാഹനങ്ങളുടെ ഫസ്റ്റ് ഓണർമാരെ കണ്ടെത്താൻ സാധിക്കുമെന്നും ഭൂട്ടാൻ കസ്റ്റംസ് വിഭാഗം അറിയിച്ചിട്ടുണ്ട്. ഇന്ത്യൻ കസ്റ്റംസ് വിഭാഗം ഇതുവരെ ഈ വിഷയത്തിൽ ഔദ്യോഗിക പ്രതികരണത്തിന് തയ്യാറായിട്ടില്ല. 24 കൊച്ചി. തിരുവനന്തപുരത്ത് MVD വാഹനങ്ങളുടെ ഫ്ളാഗ് ഓഫ് വേദിയിൽ നിന്ന് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ ഇറങ്ങിപ്പോയി. പരിപാടി സംഘടിപ്പിക്കുന്നതിൽ ഉദ്യോഗസ്ഥർക്ക് വലിയ വീഴ്ച സംഭവിച്ചുവെന്നും പരിപാടി റദ്ദാക്കിയെന്നും മന്ത്രി തുറന്നടിച്ചു. ഗതാഗത വകുപ്പിന്റെ 52 വാഹനങ്ങൾ കനകക്കുന്ന് കൊട്ടാരത്തിന്റെ മുറ്റത്ത് നിർത്തിയിട്ട മനോഹരമായി ഫ്ളാഗ് ഓഫ് പരിപാടി സംഘടിപ്പിക്കണമെന്നായിരുന്നു മന്ത്രി ഗണേഷ് കുമാറിന്റെ നിർദ്ദേശം. എന്നാൽ ഉദ്യോഗസ്ഥർ ഇത് പാലിക്കാതെ റോഡിൽ വേദിയൊരുക്കി. ചടങ്ങിനെത്തിയപ്പോൾ തന്നെ രോഷാകുലനായ മന്ത്രി ഉദ്യോഗസ്ഥരെ രൂക്ഷമായി വിമർശിച്ചു. പിന്നാലെ തിടുക്കപ്പെട്ട വാഹനങ്ങൾ കൊട്ടാരമുറ്റത്തേക്ക് എത്തിക്കാൻ തുടങ്ങിയെങ്കിലും സമയം വൈകി. പിന്നാലെ പരിപാടി റദ്ദാക്കുന്നതായി അറിയിച്ച മന്ത്രി ഇറങ്ങിപ്പോയി. മാധ്യമപ്രവർത്തകരടക്കം എല്ലാവരും ക്ഷമിക്കണം, ബഹുമാനപ്പെട്ട MLA ക്ഷമിക്കണം. ഈ പരിപാടി റദ്ദാക്കിയിരിക്കുന്നു. കാരണം ഈ പരിപാടി സംഘടിപ്പിക്കുന്നതിൽ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥന്മാർക്ക് വലിയ അപാകത സംഭവിച്ചിട്ടുണ്ട്. കേരള സർക്കാരിന്റെ ഖജനാവിൽ നിന്ന് പണം ചെലവഴിച്ച് 52 വാഹനങ്ങൾ വാങ്ങുകയും അത് കൃത്യമായി ഈ കനകക്കുന്ന് കൊട്ടാരത്തിന്റെ മുറ്റത്ത് നിരത്തിയിട്ട് അത് വെച്ച് മനോഹരമായി പ്രോഗ്രാം നടത്തണം എന്ന നിർദ്ദേശം നൽകിയിരുന്നു. ഉദ്യോഗസ്ഥൻ അതിന് യാതൊരു ഉത്തരവാദിത്വം കാണിച്ചില്ല. മാത്രമല്ല, ഈ ചടങ്ങിലേക്ക് വന്നിരിക്കുന്നത് എൻ്റെ പാർട്ടിക്കാരും എൻ്റെ പേഴ്സണൽ സ്റ്റാഫും KSRTCയിലെ ജീവനക്കാരും മാത്രമാണ്. ഒരാളെ പുറത്തുനിന്ന് വിളിക്കുകയോ ഈ പരിപാടിക്ക് വേണ്ടി ഒന്നും തന്നെ ചെയ്യാത്തതുകൊണ്ട് ഉദ്യോഗസ്ഥന്റെ പേരിൽ നാളെ നടപടിയെടുക്കും. ഈ പരിപാടി ദയവ് ചെയ്ത് ക്ഷമിക്കണം, ഈ പരിപാടി ഇവിടെ റദ്ദാക്കുകയാണ്. വേദിയിൽ ആളില്ലാതിരുന്നതും മന്ത്രിയെ ചൊടിപ്പിച്ചു. കാരണക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയുണ്ടാകുമെന്നും മന്ത്രി. ഇതിന്റെ മുറ്റത്ത് വണ്ടി കയറ്റിയിട്ടാൽ ടൈൽസ് പൊട്ടും എന്നൊരു ഉദ്യോഗസ്ഥൻ പറഞ്ഞത്. ആ ഉദ്യോഗസ്ഥൻ ആരാണ്? കാരണം കാറ് കയറ്റിയിട്ട പൊട്ടുന്ന ടൈൽസ് അല്ല ഇട്ടെങ്കിൽ ആ ഉദ്യോഗസ്ഥൻ ആരാണെന്ന് ബന്ധപ്പെട്ട മന്ത്രിക്ക് ഞാൻ കത്ത് കൊടുക്കും. എല്ലാവരും ക്ഷമിക്കണം, ഈ പരിപാടി ഇവിടെ റദ്ദാക്കുകയാണ്. ഇത് ഞാനിവിടെ എല്ലാ വണ്ടിയും നിരത്തിയിടണം എന്ന് പ്രത്യേക നിർദ്ദേശം വണ്ടി വരുന്നതിന് മുമ്പ് തന്നെ നൽകിയിരുന്നു. അതുകൊണ്ട് മറ്റൊരു ദിവസം ഈ പരിപാടി മാറ്റിവെക്കുകയാണ്. എല്ലാവരും ക്ഷമിക്കണം. ഒരിക്കൽ കൂടി ഞാൻ ഖേദം പ്രകടിപ്പിക്കുകയാണ്. ചടങ്ങ് മറ്റൊരു ദിവസം നടത്തുമെന്ന് ഗതാഗത മന്ത്രി അറിയിച്ചു. അതുവരെ വാഹനങ്ങൾ യാർഡിലേക്ക് മാറ്റാനും നിർദ്ദേശം നൽകി. 24 തിരുവനന്തപുരം.
പൊതുജനങ്ങൾക്ക് പരാതികൾ ഇനി മുഖ്യമന്ത്രിയെ നേരിട്ട് അറിയിക്കാം. CM വിത്ത് മീ സിറ്റിസൺ കണക്ട് സെന്റർ തിരുവനന്തപുരം വെള്ളയമ്പലത്ത് പ്രവർത്തനം തുടങ്ങി. CM വിത്ത് മീയിലേക്ക് പരാതി അറിയിച്ചാൽ 48 മണിക്കൂറിനുള്ളിൽ മറുപടി ലഭിച്ചിരിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ജനങ്ങളുടെ അഭിപ്രായങ്ങൾ കേൾക്കാനും പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനും സർക്കാർ ആവിഷ്കരിച്ചതാണ് CM വിത്ത് മീ എന്ന മുഖ്യമന്ത്രി എന്നോടൊപ്പം. ഇതിനായി 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന സിറ്റിസൺ കണക്ട് സെന്റർ തിരുവനന്തപുരം വെള്ളയമ്പലത്ത് തുറന്നു. ടോൾ ഫ്രീ നമ്പറായ 1800-425-6789 എന്നതിലൂടെ ജനങ്ങൾക്ക് മുഖ്യമന്ത്രിയോട് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പരാതികളും പറയാനാകും. മുഖ്യമന്ത്രി എന്നോടൊപ്പം എന്നതിനർത്ഥം സർക്കാർ അപ്പാടെ പൗരനൊപ്പം എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പൊതുജനങ്ങളും സർക്കാർ സംവിധാനങ്ങളും തമ്മിൽ ആശയവിനിമയ രംഗത്ത് വിടവുണ്ടാകാൻ പാടില്ലെന്നും മുഖ്യമന്ത്രി. ഓരോരുത്തർക്കും അവരുടെ അഭിപ്രായം പറയാം, പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടാം, പരിഹാരം കാണാവുന്നതിനൊക്കെ പരിഹാരം കാണുകയും ചെയ്യും. സദാ ഉണർന്നിരിക്കുന്ന ഒരു ടീമിനെ ഇതിനായി നിയോഗിച്ചിട്ടുണ്ട്. വെള്ളയമ്പലത്ത് എയർ ഇന്ത്യയിൽ നിന്ന് ഏറ്റെടുത്ത കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന സിറ്റിസൺ കണക്ട് സെന്ററിൽ മുഖ്യമന്ത്രിയോട് ആദ്യം സംസാരിച്ചത് ചലച്ചിത്ര താരം ടൊവിനോ തോമസ്. നമസ്കാരം, നിങ്ങൾ എവിടെയാ ഇപ്പൊ ഉള്ളത്? ശരി. ജനങ്ങളുടെ പരാതികൾ സ്വീകരിക്കാൻ 3 ഷിഫ്റ്റിൽ 24 മണിക്കൂറും ജീവനക്കാരുണ്ടാകും. പോലീസ് ഉൾപ്പെടെ 50ഓളം സർക്കാർ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ പരാതികൾ പരിശോധിക്കും. ഇതിപ്പോൾ ഷിഫ്റ്റ് ബേസിലാണ്. 24/7 ഈ കോൾ സെൻറ്റർ ആക്റ്റീവ് ആയിരിക്കും. ഇപ്പോൾ ഷിഫ്റ്റ് ബേസിലാണ് എല്ലാ ഉദ്യോഗസ്ഥരും ഇവിടെ പ്രവർത്തിക്കുന്നത്. പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള ആളുകൾ ഇവിടെ ഉണ്ടാവും. ആ എമർജൻസി കോള് പോലീസിന്റെ കണക്ട് സെന്ററിലേക്ക് വന്നാൽ മാത്രമേ റിയൽ ടൈം ലൊക്കേഷൻ അവൈലബിൾ ആവുള്ളൂ. നമുക്കിപ്പോൾ ഇവിടെ ആ ഒരു സംവിധാനം ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അത്തരം ആളുകളോട് നമ്മൾ ആ എമർജൻസി നമ്പറുകളെല്ലാം ഇവിടെ എക്സിക്യൂട്ടീവ്സിന്റെ കയ്യിൽ അവൈലബിൾ ആണ്. അവരോട് ഉടനെ തന്നെ എമർജൻസി നമ്പറിലേക്ക് വിളിക്കാനുള്ള ഒരു നിർദ്ദേശമാണ് നമ്മൾ കൊടുക്കുക. ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ് വകുപ്പിനാണ് നടത്തിപ്പ് ചുമതല. കിഫ്ബിയാണ് അടിസ്ഥാന സാങ്കേതിക സൗകര്യങ്ങൾ ഒരുക്കുന്നത്. 24 തിരുവനന്തപുരം. ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് ചില പ്രധാനപ്പെട്ട വിവരങ്ങൾ വരുന്നുണ്ട്. കരൂർ അപകടത്തിൽ അവിടെ ഒരു ആദ്യ അറസ്റ്റ് ഉണ്ടായിരിക്കുകയാണ്. TVK കരൂർ വെസ്റ്റ് ജില്ലാ സെക്രട്ടറി മതിയഴകനെയാണ് അറസ്റ്റിലായിരിക്കുന്നത്. മതിയഴകൻ ഒളിവിലായിരുന്നു. മനഃപൂർവ്വമല്ലാത്ത നരഹത്യ ഉൾപ്പെടെ 5 വകുപ്പുകൾ ഇയാൾക്കെതിരെ ചുമത്തിയിട്ടുണ്ട്. അതിനിടെ വിജയുടെ നേതൃത്വത്തിൽ TVKയുടെ ഒരു യോഗം ഇന്ന് ഉച്ച മുതൽ നടക്കുന്നുണ്ടായിരുന്നു. ഈ പട്ടണംപാക്കത്ത് വിജയുടെ ഫ്ളാറ്റിലാണ് ആ യോഗം നടന്നത്. ഉച്ചയ്ക്ക് തുടങ്ങിയ യോഗം 8 മണിയോടെ അവസാനിച്ചു. വിജയ് അതിനുശേഷം നീലാങ്കരയിലെ വീട്ടിലേക്ക് മടങ്ങുകയും ചെയ്തു. യോഗത്തിൽ എന്തൊക്കെയോ ചില പ്രധാനപ്പെട്ട തീരുമാനങ്ങളുണ്ട് എന്നൊക്കെയുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട്. നമ്മൾ വളരെ വിശദമായി പരിശോധിക്കും. ഇപ്പോൾ വരുന്ന പ്രധാന റിപ്പോർട്ടിലേക്കാണ് നമ്മൾ കടക്കുന്നത്. കരൂർ അപകടത്തിൽ ആദ്യ അറസ്റ്റ് രേഖപ്പെടുത്തി. ഒളിവിലായിരുന്ന TVK കരൂർ വെസ്റ്റ് ജില്ലാ സെക്രട്ടറി മതിയഴകനാണ് അറസ്റ്റിലായത്. അതിനിടെ വിജയുടെ നേതൃത്വത്തിൽ പാർട്ടി നേതാക്കളുടെ യോഗം ചേർന്നു. പട്ടണംപാക്കത്തെ വിജയുടെ ഫ്ളാറ്റിലായിരുന്നു യോഗം. യോഗത്തിന് ശേഷം വിജയ് നീലാങ്കരയിലെ വീട്ടിലേക്ക് മടങ്ങി. മുഹമ്മദ് റഹീസ് കരൂരിൽ നിന്ന് വിവരങ്ങൾ നൽകും. റഹീസ്, ആദ്യ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നു. എനിക്ക് തോന്നുന്നു ഇതൊരു തുടക്കം മാത്രമാണ്. ആ കരൂർ മേഖലയിലെ ഇതിന്റെ സംഘാടനത്തിന് നേതൃത്വം വഹിച്ച പ്രധാനപ്പെട്ട നേതാക്കൾ ആകെ അറസ്റ്റിലാകും. FIR-ലുള്ളത് അങ്ങേയറ്റം ഗുരുതര പരാമർശങ്ങളാണ്. എന്താണ് പോലീസ് നൽകുന്ന പുതിയ വിവരങ്ങൾ റഹീസ്? വിജയകുമാർ, കരൂർ അപകടത്തിൽ, കരൂർ ദുരന്തത്തിൽ ആദ്യ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു. TVKയുടെ കരൂർ വെസ്റ്റ് ജില്ലാ സെക്രട്ടറി മതിയഴകൻ അറസ്റ്റിലായിരിക്കുന്നു. ഇയാളെ കഴിഞ്ഞ ദിവസം തന്നെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് ഒരു നീക്കം നടത്തിയിരുന്നു. അതിന് പിന്നാലെ ഇയാൾ ഒളിവിൽ പോയി. അങ്ങനെ ഇയാളുടെ വീട്ടിലെത്തി പോലീസ് ഇന്ന് രാവിലെ മുതൽ പലതവണ ഇയാൾ എത്തിയിട്ടുണ്ടോ എന്ന് നോക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇയാൾ വീട്ടിലേക്ക് എത്തിയിട്ടില്ല. അതിന് പിന്നാലെ ഇയാൾ ഒളിവിലാണ് എന്നുള്ള വിവരം പുറത്തു വരുന്നു. അങ്ങനെ രാത്രി നടത്തിയ തെരച്ചിലാണ് ഇദ്ദേഹത്തിനെ ഈ കരൂറിന്റെ ചില പ്രദേശങ്ങൾ, കരൂറിന്റെ ഔട്ടർ ഏരിയയിൽ നിന്ന് ലഭിച്ചു എന്നാണ് പറയുന്നത്. അതായത് ജില്ലയുടെ അതിർത്തിയിലെ ചില പ്രദേശങ്ങളിൽ നിന്നാണ് ഇദ്ദേഹത്തിനെ ലഭിച്ചത്, ഇദ്ദേഹത്തിനെ കണ്ടെത്താൻ കഴിഞ്ഞത് എന്നുള്ള വിവരം പുറത്തു വരുന്നുണ്ട്. അങ്ങനെ ഒളിവിൽ കഴിഞ്ഞ മതിയഴകൻ കരൂർ വെസ്റ്റ് ജില്ലാ സെക്രട്ടറി അറസ്റ്റിലായിരിക്കുന്നു. TVKയുടെ ഒരു രീതി പ്രകാരം, അല്ലെങ്കിൽ പൊതുവെ രാഷ്ട്രീയ പാർട്ടികളുടെ രീതി പ്രകാരം ഈ ഒരു ജില്ലാ സെക്രട്ടറി ആയിരിക്കും പ്രധാനമായിട്ടും, ജില്ലാ ഭാരവാഹികളിൽ ആരെങ്കിലും ഒരാളായിരിക്കും പോലീസിന്റെ അനുമതി തേടുക ഈ ഒരു പരിപാടി നടത്താനായി. അപ്പോൾ വിജയുടെ തമിഴ്നാട്ടിലെ ഈ ഒരു പര്യടനത്തിന്റെ ഭാഗമായി കരൂരിൽ വെച്ച് നടക്കുന്ന പരിപാടിക്ക് ഈ ഒരു ഉദ്ഘാടന വേദിയൊക്കെ സംബന്ധിച്ചുള്ള അനുമതി തേടാൻ പോലീസിനെ സമീപിച്ചത് മതിയഴകനാണ്.
അപ്പോൾ മതിയഴകന്റെ പേരിൽ ആണ് അദ്ദേഹത്തിനെതിരെയാണ് ആദ്യം തന്നെ പോലീസ് കേസെടുക്കുകയും ചെയ്തത്. പിന്നെയാണ് TVK ജനറൽ സെക്രട്ടറി ഇപ്പോൾ ഈ മതിയഴകൻ ഒരു പ്രാദേശിക നേതാവാണല്ലോ, ആ കരൂരിലെ ഒരു പ്രാദേശിക നേതാവാണല്ലോ. ഇപ്പോൾ വിജയുടെ പാർട്ടിയിലെ TVKയിലെ സംസ്ഥാന നേതാക്കൾക്ക് ഇതിന്റെ സമ്പൂർണ്ണ ചുമതലയുണ്ട്. അദ്ദേഹത്തിന്റെ ഈ ശനിയാഴ്ചകൾ തോറും നടക്കുന്ന റാലിയുടെ പൊതുയോഗങ്ങളുടെ സമ്പൂർണ്ണ ചുമതലയുള്ള നേതാക്കന്മാരുണ്ട്. അവരൊക്കെ ഒളിവിലാണോ, അതോ അവരൊക്കെ മാധ്യമങ്ങൾക്ക് മുന്നിൽ എത്തുന്നുണ്ടോ, സമൂഹ മാധ്യമങ്ങളിലൊക്കെ പ്രതികരിക്കുന്നുണ്ടോ? അവരും നിലവിൽ ഈ പോലീസിന്റെ അന്വേഷണ പരിധിയിൽ ഉൾപ്പെട്ട ആളുകളാണല്ലോ. വിജയകുമാർ, നിലവിൽ ഇവരാരും ഒളിവിലല്ല എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. കാരണം പ്രത്യേകിച്ച് ഇന്ന് വിജയ് അദ്ദേഹത്തിന്റെ ഫ്ളാറ്റിൽ വെച്ചിട്ട് ഈ TVK നേതാക്കളുടെ ഒക്കെ യോഗം ചേർന്നിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട പല നേതാക്കളും നേരിട്ടെത്തി തന്നെയാണ് പങ്കെടുത്തത് എന്നാണ് അറിയുന്നത്. അതിൽ ആരൊക്കെ നേരിട്ടെത്തിയെന്ന് അറിയില്ല. കാരണം ഈ ഫ്ളാറ്റിന് 2 വഴിയുള്ളതിനാൽ തന്നെ വിജയ് കയറിപ്പോയ വഴിയിലല്ല അദ്ദേഹം രാത്രി ഇറങ്ങി വന്നത്. പ്രധാനപ്പെട്ട നേതാക്കളൊന്നും ഈ ഫ്ളാറ്റിന്റെ ഒരു വശത്തു കൂടിയല്ല, മറുവശത്തു കൂടിയാണ് അകത്തേക്ക് കയറിയത്. അത് ഏതാണ്ട് ഉച്ചയ്ക്ക് 12:30 തുടങ്ങിയ യോഗം അത് 8 മണിവരെ നീണ്ടു നിന്നാണെന്നാണ് പറയുന്നത്. വിജയ് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളൊക്കെ അതിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതൊക്കെയും ഉടൻ പുറത്തു വരും എന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. അങ്ങനെ ഈ N ആനന്ദും ആദവ് അർജുനയും CTR നിർമ്മൽകുമാറും അടക്കമുള്ള നേതാക്കളാണ് പ്രധാനമായിട്ടും TVKക്ക് വിജയ് അല്ലാതെ ഉള്ളത്. അതിൽ തന്നെ നേരത്തെ വിജയകുമാർ പറഞ്ഞ ഈ ഒരു പരിപാടിയുടെ മുഴുവൻ കോർഡിനേഷൻ നൽകിയിരിക്കുന്നത് CTR നിർമ്മൽകുമാറിനാണ്. അദ്ദേഹം TVKയുടെ ഡെപ്യൂട്ടി ജനറൽ സെക്രട്ടറിയാണ്. അപ്പോൾ അദ്ദേഹത്തിനെതിരെയും കേസെടുത്തിട്ടുണ്ട്. ഈ പോലീസ്, കരൂരിലെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ നാമക്കൽ പോലീസും ഇയാൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. ഒപ്പം N ആനന്ദ്, അതായത് ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള N ആനന്ദ്, അദ്ദേഹത്തിനെതിരെയും കേസെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ 2 നേതാക്കളിലേക്ക് ഈ അറസ്റ്റ് നീളുമോ എന്നുള്ളതാണ് നാളെ ഉയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അതായിരിക്കും. അതിൽ തന്നെ N ആനന്ദിനോട് ചോദ്യം ചെയ്യാൻ ഹാജരാകണമെന്ന് പോലീസ് പറഞ്ഞിട്ടുള്ളതായി ചില വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അദ്ദേഹം അന്വേഷണത്തോട് സഹകരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹം ഒളിവിലല്ല എന്ന വിവരമാണ് പോലീസിൽ നിന്ന് തന്നെ ലഭിക്കുന്നത്. പ്രത്യേകിച്ച് N ആനന്ദിനെ പോലൊരു നേതാവൊക്കെയും ഒളിവിൽ പോയി കഴിഞ്ഞാൽ അത് TVK സംബന്ധിച്ചിടത്തോളം വലിയ നാണക്കേടായിരിക്കും. അതിനപ്പുറം TVKയുടെ ഓരോ കാര്യങ്ങളും ഇത്രയും പ്രതിസന്ധിയിലായി നിൽക്കുന്ന സമയത്ത് അതിന് ചുക്കാൻ പിടിക്കേണ്ട വിജയ്ക്ക് ഇതുവരെയും ബുദ്ധി ഓതിക്കൊടുത്തിട്ടുള്ള ആളാണ്. അപ്പോൾ ബാക്കി കാര്യങ്ങൾ കൂടി മാനേജ് ചെയ്യേണ്ട ചുമതല N ആനന്ദിനുണ്ട്. അപ്പോൾ അദ്ദേഹം അടക്കമുള്ള നേതാക്കൾ ഇപ്പോൾ ഒളിവിലൊന്നുമല്ല. ഉടൻ തന്നെ ഇവരടക്കം ചിലർ മാധ്യമങ്ങളെ കാണാനൊക്കെ ശ്രമമുണ്ടാകും എന്നുള്ള വിവരം പുറത്തു വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും നിലവിൽ N ആനന്ദ്, ഒപ്പം തന്നെ CTR നിർമ്മൽകുമാർ, ഇവർ 2 പേരും എപ്പോൾ അറസ്റ്റിലാകുമെന്നുള്ള ചോദ്യമാണ് ഇനി മുന്നോട്ട് വരുന്നത്. ഇതിൽ കേസിൽ 1-ാം പ്രതിയായിട്ടാണ് ഈ മതിയഴകനെ ചേർത്തിരിക്കുന്നത്. അദ്ദേഹം അതിന് അനുമതി തേടിയത് കൊണ്ട് തന്നെ അദ്ദേഹമാണ് 1-ാം പ്രതിയായി വരിക. മറ്റു 2 പേരും പിന്നീടുള്ള പ്രതികളാണ്. ഈ 3 പേർക്കെതിരെയാണ് നിലവിൽ കേസെടുത്തിട്ടുള്ളത്. അതിൽ ഈ നാമക്കലിൽ കേസെടുത്തത് നാമക്കൽ ജില്ലാ സെക്രട്ടറിയുടെ പേര് കൂടി ചേർത്തിട്ടാണ് കേസെടുത്തിട്ടുള്ളത്. അപ്പോൾ പക്ഷെ നാമക്കലിൽ അത്തരത്തിലൊരു അറസ്റ്റിലേക്ക് പോകാൻ സാധ്യത വളരെ കുറവാണ്. കാരണം പൊതുമുതൽ നശിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് ശരി, റഹീസ് കരൂരിൽ നിന്നാണ് റഹീസ് വിവരങ്ങൾ നൽകുന്നത്. ഈ കരൂരിലെ TVKയുടെ പ്രാദേശിക നേതാവ് വെസ്റ്റ് ജില്ലാ സെക്രട്ടറി മതിയഴകനാണ് അറസ്റ്റിലായത്. ഇയാൾ ഏതാണ്ട് ഒളിവിലായിരുന്നു. ഇപ്പോൾ വിജയുടെ നേതൃത്വത്തിൽ പാർട്ടി നേതാക്കൾ ഇന്ന് യോഗം ചേർന്ന് ഇനി തുടർ നടപടികൾ എന്തൊക്കെ എന്നതിൽ ഏകദേശ ധാരണയിലെത്തിയിട്ടുണ്ട്. പക്ഷേ വിശദാംശങ്ങൾ മാധ്യമങ്ങളുമായി പങ്കുവയ്ക്കുകയൊന്നും ചെയ്തിട്ടില്ല. നിയമപരമായ നടപടികൾ അതേ നിലയിൽ നേരിടാം എന്നുള്ളതാണ് TVK നേതാക്കളുടെ നിലപാട് എന്നാണ് മനസ്സിലാകുന്നത്. കൂടുതൽ നീക്കങ്ങളിലേക്ക് പോലീസ് അടുത്ത ദിവസങ്ങളിൽ, അടുത്ത മണിക്കൂറുകളിൽ കടന്നേക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്. സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധി നിയമസഭയിൽ ഉന്നയിച്ചു പ്രതിപക്ഷം. നികുതി പിരിവിൽ സർക്കാർ പരാജയമെന്നാണ് പ്രതിപക്ഷ ആരോപണം. സാമ്പത്തിക പ്രതിസന്ധി നേരിടുമ്പോഴും വികസന കാര്യങ്ങളിൽ മുടക്കം വരുത്തിയിട്ടില്ലെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ പറഞ്ഞു. നിയമസഭയുടെ നടപ്പ് സമ്മേളനത്തിലെ 4-ാം അടിയന്തര പ്രമേയം ചർച്ചയ്ക്കെടുത്തപ്പോൾ സാമ്പത്തിക പ്രതിസന്ധിയായിരുന്നു വിഷയം. ധനമന്ത്രി ബജറ്റ് പ്രസംഗത്തിൽ പറഞ്ഞ സാമ്പത്തിക ടേക്ക് ഓഫ് അഹമ്മദാബാദിൽ കൂപ്പുകുത്തിയ എയർ ഇന്ത്യ വിമാനം പോലെയാണെന്നായിരുന്നു പ്രമേയ അവതാരകനായ മാത്യു കുഴൽനാടൻ്റെ ആക്ഷേപം. SC/ST വിഭാഗങ്ങളുടെ സ്വർണ്ണമെഡൽ പിടിച്ചുവച്ചിരിക്കുന്നതാണ് സാമ്പത്തിക പ്രതിസന്ധിയുടെ തെളിവെന്നും മാത്യു കുഴൽനാടൻ ചൂണ്ടിക്കാട്ടി. ഓണക്കാല ചെലവുകൾ സുഭിക്ഷമായി കടന്നുപോയി എന്നതായിരുന്നു ഭരണപക്ഷത്തിന്റെ മുഖ്യ പ്രതിരോധം. ഉത്സവത്തെ കൂട്ടിയതും ക്ഷേമപക്ഷം കുടിശ്ശിക നൽകിയതും ഭരണപക്ഷം ഉയർത്തിക്കാട്ടി. സർക്കാർ പ്രതിസന്ധിയില്ലെന്ന് പറയുമ്പോൾ കരാറുകാർ അടക്കം എല്ലാവർക്കും കുടിശ്ശികയാണ്. ഇത് പൊളിഞ്ഞ തറവാട്ടിലെ അവസ്ഥയാണെന്നായിരുന്നു PK കുഞ്ഞാലിക്കുട്ടിയുടെ പരിഹാസം. പൊളിഞ്ഞ തറവാട്ടുകാരെ പണിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മേനി പറയും ചെയ്യും, ഒന്നിനൊട്ട് കാശ്. നികുതി പിരിവിലെ വീഴ്ച, ധനമാന്യമന്റിലെ പരാജയം എന്നിവയിലൂന്നിയായിരുന്നു പ്രതിപക്ഷ നേതാവ് ചർച്ച ഉപസംഹരിച്ചത്. കേരളത്തിന്റെ ചരിത്രത്തിൽ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഇതുപോലെ പരാജയപ്പെട്ട ഒരു സർക്കാർ ഈ ചരിത്രത്തിൽ കേരളത്തിനുണ്ടായി.
വെറുതെ വാചകമടിച്ചു പോകുകയല്ല സർക്കാർ ചെയ്തതെന്നും അതിന് തെളിവായി വിഴിഞ്ഞം തുറമുഖം അടക്കമുള്ള പദ്ധതികൾ ഇവിടെ ഉണ്ടെന്നും ധനമന്ത്രി തിരിച്ചടിച്ചു. സാർ ഈ ബുദ്ധിമുട്ടെല്ലാം ഉണ്ടെന്ന് പറഞ്ഞ സമയത്ത് എവിടെയാ സാർ അടിസ്ഥാന സൗകര്യത്തിനുൾപ്പെടെ വിഴിഞ്ഞം തുറമുഖം ഈ സർക്കാർ അല്ലായിരുന്നെങ്കിൽ വിഴിഞ്ഞം എന്ന് പറയുന്ന തുറമുഖം കേരളത്തിൽ ഉണ്ടാകുമായിരുന്നോ സാർ? അടിയന്തര പ്രമേയ ചർച്ച പതിവായപ്പോൾ അതിന്റെ ഗൗരവം ചോരുന്നുവെന്ന് സംശയിക്കാവുന്നതായിരുന്നു സഭാതലത്തിലെ ഇന്നത്തെ കാഴ്ചകൾ. സംസ്ഥാനത്തിന്റെ ധനസ്ഥിതിയെപ്പറ്റി ചർച്ച നടക്കുമ്പോൾ ഭരണ പ്രതിപക്ഷ ബെഞ്ചുകൾ പലപ്പോഴും ഒഴിഞ്ഞുകിടന്നു. ഇരുപക്ഷത്തും ചർച്ച കേൾക്കാൻ ആളില്ലെന്ന് സ്പീക്കറും പരാതിപ്പെട്ടു. 24 തിരുവനന്തപുരം. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരെ ഐകകണ്ഠേന പ്രമേയം പാസാക്കി കേരള നിയമസഭ. വളഞ്ഞ വഴിയിലൂടെ പൗരത്വ രജിസ്റ്റർ തയ്യാറാക്കാനാണ് നീക്കം എന്നതാണ് പ്രമേയത്തിന്റെ കാതൽ. വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ നിന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പിന്തിരിയണമെന്നും നിയമസഭ പാസാക്കിയ പ്രമേയം ആവശ്യപ്പെടുന്നു. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരായ സംസ്ഥാനത്തെ ഭരണ പ്രതിപക്ഷ മുന്നണികളുടെ വികാരമാണ് നിയമസഭ ഏകകണ്ഠമായി പാസാക്കിയ പ്രമേയത്തിലൂടെ പ്രതിഫലിച്ചത്. ദേശീയ തലത്തിൽ രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്ന വിഷയമായതിനാൽ എതിർപ്പൊന്നും കൂടാതെ പ്രതിപക്ഷം പ്രമേയത്തോട് യോജിച്ചു. വോട്ടർ പട്ടികയിൽ നിന്ന് യുക്തിരഹിതമായ ഒഴിവാക്കലാണ് ബീഹാറിൽ നടന്നത്. അതേ രീതിയാണ് ദേശീയാടിസ്ഥാനത്തിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ലക്ഷ്യമിടുന്നതെന്ന സംശയമുണ്ട്. തിരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കെ കേരളം, തമിഴ്നാട്, ബംഗാൾ സംസ്ഥാനങ്ങളിൽ തിടുക്കപ്പെട്ട് SIR കൊണ്ടുവരുന്നതിനെ നിഷ്കളങ്കമായി കാണാൻ കഴിയില്ലെന്ന് മുഖ്യമന്ത്രി അവതരിപ്പിച്ച പ്രമേയം ചൂണ്ടിക്കാട്ടി. പൗരത്വത്തെ മതാധിഷ്ഠിതമാക്കുന്ന പൗരത്വ ഭേദഗതി നിയമത്തെ ഒടിതട്ടിയെടുക്കാനുള്ള ശ്രമം നടത്തുന്നവർ SIR-നെ എങ്ങനെയാണ് ഉപയോഗിക്കുകയെന്നത് ജനാധിപത്യം നേരിടുന്ന വെല്ലുവിളിയാണെന്നും പ്രമേയത്തിൽ പറയുന്നുണ്ട്. ബീഹാർ SIR പ്രക്രിയയുടെ ഭരണഘടനാ സാധുത സുപ്രീം കോടതിയുടെ പരിഗണനയിലിരിക്കെ തന്നെ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്ക് നിൽക്കുന്ന കേരളം, തമിഴ്നാട്, പശ്ചിമ ബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിൽ കൂടി തിടുക്കപ്പെട്ട് ഇതേ പ്രക്രിയ കൊണ്ടുവരുന്നതിനെ നിഷ്കളങ്കമായി കാണാൻ കഴിയില്ല. മുസ്ലിം ലീഗ് MLA-മാരായ N. ഷംസുദ്ദീൻ, നജീബ് കാന്തപുരം, കുറക്കോളി മൊയ്തീൻ, കോൺഗ്രസ് MLA-മാരായ PC വിഷ്ണുനാഥ്, T. സിദ്ദിഖ് എന്നിവർ പ്രമേയത്തിന്മേൽ ഭേദഗതികൾ അവതരിപ്പിച്ചു. ഈ നാലാമത്തെ ഖണ്ഡികയിലെ വോട്ടറാവൂ എന്ന് നിഷ്കർഷയുണ്ട് എന്നതിന് ശേഷം വോട്ടറാകുന്നതിനായി സമർപ്പിക്കേണ്ട അനുബന്ധ രേഖകളിൽ റേഷൻ കാർഡ് പോലും ഉൾപ്പെടുത്തിയിട്ടില്ല എന്നത് ചേർക്കണം എന്നതാണ് എൻ്റെ അമെൻമെന്റ്. N. ഷംസുദ്ദീൻ അവതരിപ്പിച്ച 2 ഭേദഗതികൾ മുഖ്യമന്ത്രി അംഗീകരിച്ചു. പ്രതിപക്ഷത്തിന്റെ പൂർണ്ണ പിന്തുണയോടെയാണ് നിയമസഭ പ്രമേയം പാസാക്കിയത്. 24 തിരുവനന്തപുരം. ഇപ്പോൾ വരുന്ന റിപ്പോർട്ടിലേക്ക്. ലഡാക്ക് സംഘർഷവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരുമായുള്ള ചർച്ചയിൽ നിന്ന് കാർഗിൽ ഡെമോക്രാറ്റിക് അലയൻസും പിന്മാറി. നേരത്തെ ലേ അപെക്സ് ബോഡിയും ചർച്ചയിൽ നിന്ന് പിന്മാറിയിരുന്നു. വിനീത VG വിവരങ്ങൾ നൽകും. ഡൽഹിയിൽ നിന്ന് വിനീത, അവിടുത്തെ പ്രധാനപ്പെട്ട ഗ്രൂപ്പുകളൊക്കെ ആ ചർച്ചയിൽ നിന്ന് പിന്മാറുകയാണ്. നാളെ പ്രാഥമികമായ ചില ചർച്ചകൾ നടക്കുമെന്ന് നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. പിന്നീട് വിശദമായ ചർച്ചകളും. എന്താണ് ഇവർ ആഭ്യന്തര വകുപ്പിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്? ലഡാക്കിലെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അവിടുത്തെ സ്ഥിതിഗതികൾ സാധാരണ നിലയിൽ എത്തിയിട്ട് മാത്രം മതി ചർച്ച എന്നതാണോ ഈ ഗ്രൂപ്പുകളുടെ ആവശ്യം? തീർച്ചയായും വിജയകുമാർ, അത്തരത്തിലേക്കുള്ള പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ തന്നെയാണ് ഈ ഇരു ഗ്രൂപ്പുകളും മുന്നോട്ട് വച്ചിരിക്കുന്നത്. വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ നാളെ ഈ കാർഗിൽ ഡെമോക്രാറ്റിക് അലയൻസുമായി കേന്ദ്ര സർക്കാരുമായിട്ടുള്ള പ്രാഥമിക ചർച്ചകൾ നാളെ നടക്കുമെന്നാണ് ആദ്യഘട്ടത്തിൽ അറിയിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിനിടയിലാണ് ലേ അപെക്സ് ബോഡി ഒക്ടോബർ 6 നടക്കുന്ന ചർച്ചയിൽ നിന്ന് പിന്മാറുന്നതായി പ്രതിനിധികൾ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ പ്രധാനമായും അവർ പറയുന്നത് ലഡാക്കിൽ സമാധാനം തിരിച്ചുകൊണ്ടുവരണം, സമാധാനം പുനഃസ്ഥാപിക്കണം, സ്ഥിതിഗതികൾ പഴയ രീതിയിലേക്ക് എത്തണമെന്നൊരു ആവശ്യമാണ് അവർ മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ പ്രക്ഷോഭത്തിൽ 4 പേരാണ് ലഡാക്കിൽ കൊല്ലപ്പെട്ടത്. ഇവരുടെ മരണവുമായി ബന്ധപ്പെട്ട് ജുഡീഷ്യൽ അന്വേഷണവും ഈ പ്രതിനിധികൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇത് കൂടാതെ തന്നെ ഈ പ്രതിഷേധക്കാരിൽ ചിലരെയൊക്കെ പോലീസ് അറസ്റ്റ് ചെയ്യുന്ന അടക്കമുള്ള നടപടികൾ ഉണ്ടായിട്ടുണ്ട്. ഈ നടപടികളിൽ നിന്ന് പിന്മാറണം എന്നിങ്ങനെയുള്ള വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ലേ അപെക്സ് ബോഡി ഒക്ടോബർ 6 ചേരുന്ന ചർച്ചയിൽ നിന്ന് പിന്മാറുന്നതായി അറിയിച്ചിട്ടുണ്ടായിരുന്നത്. തൊട്ട് പിന്നാലെ തന്നെ ഇപ്പോൾ ഇതാ കാർഗിൽ ഡെമോക്രാറ്റിക് അലയൻസും നയം വ്യക്തമാക്കിയിരിക്കുകയാണ്. ഞങ്ങളും ചർച്ചയ്ക്കില്ല എന്ന നിലപാട് തന്നെയാണ് അവർ സ്വീകരിച്ചിട്ടുള്ളത്. അതിലേറ്റവും പ്രധാനമായും ഇന്ന് കാർഗിൽ ഡെമോക്രാറ്റിക് അലയൻസിലെ പ്രതിനിധി മാധ്യമങ്ങളെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് സോനം വാങ്ചുക് അടക്കമുള്ള അറസ്റ്റ് ചെയ്തവരെ അവരെ മോചിപ്പിക്കണം ഉൾപ്പെടെയുള്ള ആവശ്യങ്ങളാണ് മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതേസമയം ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അവരുടെ നയം വ്യക്തമാക്കുകയാണ്. ഇരു സംഘടനകളുമായി എപ്പോൾ വേണമെങ്കിലും ചർച്ചയ്ക്ക് ഞങ്ങൾ തയ്യാറാണ്. ഇതിനോടകം തന്നെ നടത്തിയ ചർച്ചകളെല്ലാം ഫലം കണ്ടിട്ടുണ്ട് എന്നും ആഭ്യന്തര മന്ത്രാലയവും വ്യക്തമാക്കുന്നുണ്ട്. വിജയകുമാർ. വിനീത VG ആണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന്. ഇപ്പോൾ വരുന്ന മറ്റൊരു റിപ്പോർട്ടിലേക്കാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും തമ്മിലുള്ള കൂടിക്കാഴ്ച വൈറ്റ് ഹൌസിൽ തുടങ്ങി. ഐക്യരാഷ്ട്രസഭ പൊതുസഭയിൽ ബഹിഷ്കരണവും കൂവലും ഏറ്റുവാങ്ങിയ നെതന്യാഹു ട്രംപുമായുള്ള കൂടിക്കാഴ്ചയോടെ ഗസയിൽ വെടിനിർത്തലിനുള്ള മാർഗനിർദ്ദേശങ്ങൾ അംഗീകരിക്കുമോ എന്നാണ് ഇപ്പോഴുയരുന്ന പ്രധാനപ്പെട്ട ചോദ്യം. അതേസമയം ഖത്തർ പ്രധാനമന്ത്രിയെ വിളിച്ച ബെഞ്ചമിൻ നെതന്യാഹു ദോഹ ആക്രമണത്തിൽ ക്ഷമ ചോദിച്ചു എന്നും
പുതിയ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. ജിഷ്ണു രവീന്ദ്രൻ ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകും. ജിഷ്ണു, ഇന്ന് രാവിലെ ട്രംപിന്റെ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റിൽ പറയുന്നത് പശ്ചിമേഷ്യയിൽ ഇന്ന് പ്രധാനപ്പെട്ട ചില തീരുമാനങ്ങൾ ഉണ്ടാകുമെന്നാണ്. അങ്ങനെ ഒരു തീരുമാനം ഉണ്ടാകണമെങ്കിൽ ബെഞ്ചമിൻ നെതന്യാഹു ട്രംപ് പറയുന്ന നിർദ്ദേശങ്ങൾ കേൾക്കണം. അത് കേൾക്കാൻ അദ്ദേഹം തയ്യാറാകുമോ എന്നാണ് ആദ്യത്തെ ചോദ്യം. മറ്റൊന്ന്, ഈ ഖത്തർ പ്രധാനമന്ത്രിയെ വിളിച്ച് എനിക്ക് തെറ്റുപറ്റിയെന്ന് നെതന്യാഹു പറഞ്ഞു എന്ന റിപ്പോർട്ടാണ്. ഇതിന്റെ ആധികാരികത എത്രത്തോളമാണ്? എന്താണ് പുതിയ വിവരങ്ങൾ? നോക്കൂ വിജയകുമാർ, 2 വർഷത്തോടടുക്കുന്ന ഗസയിൽ ഇസ്രായേൽ നടത്തുന്ന ഒരു വംശഹത്യ അതിൻ്റെ അവസാനത്തിലേക്ക് എത്തുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അത്തരത്തിലൊരു സൂചന നൽകുന്നതാണ് ഏറ്റവും ഒടുവിൽ നെതന്യാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള ഈ നീക്കം. ദോഹയിൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ക്ഷമ ചോദിച്ചിരിക്കുന്നു നെതന്യാഹു ഖത്തർ പ്രധാനമന്ത്രിയോട്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കമാണ്. പ്രത്യേകിച്ച് ഇതിൽ മധ്യസ്ഥത വഹിക്കുന്ന പ്രധാനപ്പെട്ട 2 രാജ്യങ്ങളാണ് ഖത്തറും ഈജിപ്തും. പ്രധാനമായും ഗസയുമായും അല്ലെങ്കിൽ പലസ്തീൻ നേതാക്കളുമായും കൃത്യമായി ഈ കാര്യങ്ങൾ സംസാരിക്കേണ്ടതും ഒരു രമ്യതയിൽ എത്തിക്കാനുമുള്ള ഉത്തരവാദിത്വമുള്ള 2 രാജ്യങ്ങളാണ് ഖത്തറും ഈജിപ്തും. ഈ 2 രാജ്യങ്ങളും നിലവിൽ സഹകരിക്കാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് ഖത്തറിലെ ഈ വ്യോമാക്രമണത്തിന് ശേഷമാണ് അവർ ഈ മധ്യസ്ഥ ചർച്ചകളിൽ സഹകരിക്കാത്തൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു. എന്നാൽ ഐക്യരാഷ്ട്ര പൊതുസഭയിൽ നടന്ന കോലാഹലങ്ങളെല്ലാം നമ്മൾ കണ്ടതാണ്. അതിന് തൊട്ടു മുമ്പ് അമേരിക്ക അറബ് ഇസ്ലാമിക് നേതാക്കളുമായി ചർച്ച നടത്തിയിരുന്നു. അതിൽ 21 ഇന കർമ്മ പരിപാടി ഒരു പദ്ധതി മുന്നോട്ട് വെച്ചിരുന്നു ട്രംപ്. അത് ഗസയിൽ യുദ്ധം അവസാനിപ്പിച്ചതിന് ശേഷം നടത്തേണ്ട കാര്യങ്ങളെക്കുറിച്ചായിരുന്നു ട്രംപ് സംസാരിച്ചിരുന്നത്. ട്രംപുമായുള്ള യോഗത്തിൽ താൻ തൃപ്തനാണ് എന്ന് തുർക്കി പ്രധാനമന്ത്രി തയ്യിപ്പ് എർദോഗൻ പറഞ്ഞത് നമ്മൾ കണ്ടതാണ്. അതായത് അമേരിക്ക ഇടപെട്ട് അമേരിക്കയ്ക്ക് ബന്ധമുള്ള അറബ് രാജ്യങ്ങളുമായി ഇടപെട്ട് പ്രശ്നങ്ങൾ ഏകദേശം ഒരു രമ്യതയിലേക്ക് പരിഹാരത്തിലേക്ക് എത്തുന്നോ എന്നുള്ള ചോദ്യമാണ് വളരെ പ്രധാനപ്പെട്ടത്. ഒരു സ്പെഷ്യൽ സംഭവം ഇന്ന് സംഭവിക്കാനുണ്ട് എന്ന് നേരത്തെ തന്നെ ട്രൂത്ത് സോഷ്യലിൽ ട്രംപ് പോസ്റ്റ് ചെയ്തിരുന്നു. അതിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഒരു വലിയ നീക്കം, അതായത് ഖത്തറിൽ വലിയൊരു ഉച്ചകോടി നടന്നു, ഒരു അറബ് ഇസ്ലാമിക് ഉച്ചകോടി നടന്നു. ഖത്തറിൽ നടന്ന വ്യോമാക്രമണത്തെ അപലപിച്ചുകൊണ്ട് അത് ഖത്തർ ഒരു നീക്കത്തിലേക്ക് നീങ്ങുമോ, ഒരു നാറ്റോ മോഡൽ സൈനിക സഖ്യം അറബ് രാജ്യങ്ങൾക്കിടയിൽ ഉണ്ടാകുമോ എന്നതൊക്കെയുള്ള ചോദ്യങ്ങൾ ഉയർന്നിരുന്നു അന്ന്. എന്നാൽ അതിനൊക്കെ അപ്പുറത്തേക്ക് നയതന്ത്രപരമായി ഖത്തർ നീങ്ങിയിരിക്കുന്നു. ഖത്തറിൻ്റെ സമ്മർദ്ദത്തിൽ അമേരിക്ക ഇടപെട്ട് ഇസ്രായേൽ ഒരു രമ്യതയിലേക്ക് കാര്യങ്ങളെ എത്തിക്കുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അതിൻ്റെ ഭാഗമായി കൂടിയാണ് ഖത്തർ പ്രധാനമന്ത്രിയെ വിളിച്ച് സംസാരിക്കുന്നത്. എന്നാൽ അതേസമയം നമുക്കറിയാം ഐക്യരാഷ്ട്ര പൊതുസഭയിൽ ബെഞ്ചമിൻ നെതന്യാഹു സംസാരിക്കുന്ന സമയത്ത് വലിയ പ്രതിഷേധമാണ് ഉയർന്നത്. വലിയൊരു വാക്കൗട്ടാണ് ഉണ്ടായത്. അവിടെ അദ്ദേഹം അപ്പോഴും പറയുന്നുണ്ടായിരുന്നു ഇറാൻ ആക്സിസ്, ഇറാൻ്റെ അച്ചുതണ്ട് തകർത്തിരിക്കുമെന്ന് അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. ഇത് അറബ് ഇസ്ലാമിക് രാജ്യങ്ങൾ എങ്ങനെയാണ് സ്വീകരിക്കാൻ പോകുന്നത്, ഇതിനി എങ്ങനെയാണ് മാറാൻ പോകുന്നത് എന്നുള്ളത് വരും ദിവസങ്ങളിൽ, വരും മണിക്കൂറുകളിൽ അവരുടെ സംയുക്ത വാർത്താ സമ്മേളനം വരാനിരിക്കുന്നു. വലിയ പ്രഖ്യാപനങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാമെന്നാണ് കരുതുന്നത് വിജയകുമാർ. യെസ്, പ്രതീക്ഷാ നിർഭരമായ എന്തെങ്കിലും സംഭവിക്കുമോ എന്നാണ് ലോകം കാത്തിരിക്കുന്നത്. ഒരുപക്ഷെ അടുത്ത മണിക്കൂറുകളിൽ അത് സംബന്ധിച്ച് വൈറ്റ് ഹൗസ് തന്നെ ഔദ്യോഗികമായി വിവരങ്ങൾ പുറത്തുവിട്ടേക്കും എന്ന് നമുക്ക് കരുതാം. ജിഷ്ണു രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത് ന്യൂസ് ഡെസ്കിൽ നിന്ന്. അതേസമയം സിനിമാ മേഖലയിലും താരിഫ് ചുമത്താൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അമേരിക്കയ്ക്ക് പുറത്തു നിർമ്മിക്കുന്ന എല്ലാ സിനിമകൾക്കും 100% താരിഫ് ഏർപ്പെടുത്തുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചു. സമൂഹ മാധ്യമമായ ട്രൂത്ത് സോഷ്യലിൽ പങ്കുവച്ച പോസ്റ്റിലാണ് ട്രംപ് ഇക്കാര്യം വ്യക്തമാക്കിയത്. താരിഫ് ചുമത്തുന്നതിന്റെ സമയപരിധി ട്രംപ് വ്യക്തമാക്കിയിട്ടില്ല. ബംഗ്ലാദേശിലെ ഗോത്രമേഖലയിൽ ഉണ്ടായ സംഘർഷത്തിൽ 3 പേർ കൊല്ലപ്പെട്ടു. സൈനികരടക്കം നിരവധി പേർക്ക് പരിക്കേറ്റു. നിരവധി വീടുകളും കടകളും കത്തിനശിച്ചു. സാഹചര്യങ്ങൾ നിരീക്ഷിക്കുന്നതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ചിറ്റഗോങ് ഹിൽസിലെ ഗുയിമാരിയിലാണ് ഗോത്രവിഭാഗവും കുടിയേറ്റ ബംഗാളി സമൂഹവും തമ്മിൽ സംഘർഷമുണ്ടായത്. വെള്ളിയാഴ്ച ഗോത്രവിഭാഗത്തിൽ നിന്നുള്ള 8ാം ക്ലാസ്സുകാരി കൂട്ടബലാത്സംഗത്തിനിരയായ സംഭവത്തിലെ പ്രതിഷേധമാണ് സംഘർഷത്തിൽ കലാശിച്ചത്. ഗഗ്രാചാരിയിൽ ഗോത്രവിഭാഗവും കുടിയേറ്റക്കാരും തമ്മിൽ ഏറ്റുമുട്ടി. പോലീസും സൈനിക, അർദ്ധസൈനിക, ബംഗ്ലാദേശ് ബോർഡർ ഗാർഡ് സൈനികരും പട്രോളിംഗ് നടത്തിയിട്ടും ജില്ലാ ആസ്ഥാനത്തിനപ്പുറത്തേക്ക് അക്രമം വ്യാപിച്ചു. ഗോത്രവിഭാഗത്തിൽ നിന്നും 3 പേർ മരിച്ചു, 5 പേരെ കാണാതായി. 20ഓളം നാട്ടുകാർക്കും 13 സൈനികർക്കും പരിക്കുണ്ട്. 15 വീടുകളും 70ഓളം കടകളും നിരവധി വാഹനങ്ങളും കത്തിച്ചു. പ്രദേശത്ത് നിരോധനാജ്ഞ പ്രഖ്യാപിച്ച് കൂടുതൽ സൈനികരെ വിന്യസിച്ചിട്ടുണ്ടെങ്കിലും സ്ഥിതിഗതികൾ ഇതുവരെയും നിയന്ത്രണ വിധേയമല്ല. സാഹചര്യങ്ങൾ ഇന്ത്യ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്ന് വിദേശകാര്യ മന്ത്രാലയ വൃത്തങ്ങൾ അറിയിച്ചു. 24 ഡൽഹി.
പാക് അധീന കശ്മീരിൽ സംഘർഷം 2 പേർ മരിച്ചു, 22 പേർക്ക് പരിക്കേറ്റു. മുസഫറാബാദിൽ പാകിസ്ഥാൻ ഭരണകൂടത്തിന് നേരെ നടന്ന പ്രതിഷേധത്തിന് നേരെ വെടിവെപ്പുണ്ടായി. പാക് സൈന്യവും ISI പിന്തുണയുള്ള മുസ്ലിം കോൺഫറൻസ് പ്രവർത്തകരുമാണ് വെടിവെച്ചത്. ഒരിടവേളയ്ക്ക് ശേഷം സിനിമയിൽ സജീവമാകാൻ മമ്മൂട്ടി. മറ്റന്നാൾ മഹേഷ് നാരായൺ സംവിധാനം ചെയ്യുന്ന പാട്രിയറ്റ് എന്ന സിനിമയുടെ ലൊക്കേഷനിലാണ് മമ്മൂട്ടി എത്തുന്നത്. ഹൈദരാബാദിലാണ് ഷൂട്ടിംഗ്. 7 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം താരരാജാവ് തിരിച്ചെത്തുന്നു. മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന പാട്രിയറ്റ് എന്ന ബിഗ് ബജറ്റ് ചിത്രത്തിന്റെ ഹൈദരാബാദ് ഷെഡ്യൂളിലാണ് മമ്മൂട്ടി ആദ്യമെത്തുക. 1-ാം തീയതി മുതൽ അദ്ദേഹം ഷൂട്ടിംഗ് പുനരാരംഭിക്കുകയാണ്. ഇനി കുറച്ച് ദിവസം ഞങ്ങൾ ഹൈദരാബാദിലാണ്. അദ്ദേഹത്തിന്റെ ജോലികളാണ് ഇനി ഈ സിനിമയായിട്ട് ബന്ധപ്പെട്ട് ബാക്കി നിൽക്കുന്നത്. അപ്പോൾ എല്ലാവരും വളരെ ആവേശത്തിലാണ് അദ്ദേഹം തിരിച്ച് നമ്മുടെ ലൊക്കേഷനോട് വരുന്നത്. നിർമ്മാതാവ് ആൻഡോ ജോസഫ് ഫേസ്ബുക്കിലൂടെയാണ് മമ്മൂട്ടിയുടെ തിരിച്ചുവരവ് ആരാധകരെ അറിയിച്ചത്. മമ്മൂട്ടിയുടെ തിരിച്ചുവരവിൽ സന്തോഷമെന്ന് രമേശ് പിഷാരടി. മമ്മൂക്കയുടെ വരവ് ഒക്ടോബർ 1-ാം തീയതി അദ്ദേഹം ഹൈദരാബാദ് ഷെഡ്യൂളിൽ ജോയിൻ ചെയ്യും. മഹേഷ് നാരായണന്റെ ചിത്രത്തിന്റെ അവിടെ നിന്നും UK ഒരു 8-ാം തീയതി 9-ാം തീയതിയോടുകൂടിയൊക്കെ ഒരു UK-യിലാണ് അതിന്റെ തുടർന്നുള്ള ഷെഡ്യൂൾ കുറച്ച് ദിവസം. അതും കഴിഞ്ഞിട്ടായിരിക്കും ഒരു പക്ഷേ ഇങ്ങോട്ട് വരാനുള്ള പ്ലാൻ. ആസ് പെർ നൗ അതാണ് ഇപ്പോഴത്തെ പ്ലാൻ. വലിയ സന്തോഷമുള്ള ഒരു കാര്യമാണ്. ഒക്ടോബർ 1-നാണ് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ആരംഭിക്കുക. ഒരിടവേളയ്ക്ക് ശേഷം മമ്മൂട്ടിയും മോഹൻലാലും ഒന്നിക്കുന്ന ചിത്രം കൂടിയാണ് പാട്രിയറ്റ്. 24 കൊച്ചി. നോക്കാം കാലാവസ്ഥാ റിപ്പോർട്ട്. റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു. നാളെ വീണ്ടും കാണാം. ശുഭരാത്രി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.